ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു കുഞ്ഞിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ, ദേ ആരെങ്കിലും മോൾക്ക് പരിചയമില്ലാത്തവർ വന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് സമ്മതിക്കരുത് കേട്ടോ. മിഠായി തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളുടെ അടുത്തേക്ക് വരും. എന്നാലും മിഠായി ഒന്നും മേടിക്കരുത്. അവരെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേ മോള് കിടന്ന് കരയണേ. അല്ലെങ്കിലേ മോളാരെങ്കിലും പിടിച്ചിട്ടുണ്ടോ, പിന്നെ അമ്മയ്ക്ക് ആരും ഇല്ലാത്തതാ. ദേ എൻ്റെ മോള് അമ്മ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ കൊച്ചു കിടന്ന് ഇങ്ങനെ തലാട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷേ തീരെ കുഞ്ഞു കൊച്ചല്ലേ, അങ്ങനെ സരയു പറഞ്ഞാലും വിശദമായിട്ട് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും നമ്മുടെ കുഞ്ഞിനില്ലല്ലോ. അപ്പോൾ വീണ്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോഴാണ് ഷാരി വരുന്നത്. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, സരയു നീ എന്തൊക്കെയാണ് മോളോട് പറഞ്ഞു കൊടുക്കുന്നത്? ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോളെ പേടിപ്പിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് പിന്നെ എങ്ങനെ പേടിപ്പിക്കാതിരിക്കും? അങ്ങനെ തന്നെ ഓരോരോ സംഭവങ്ങളല്ലേ. ഇപ്പം ടെക്സ്റ്റൈൽസ് എന്ന സംഭവം എന്തായി? ആ മനോഹർ വന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തില്ലേ? അപ്പോൾ കുഞ്ഞൊരു അക്ഷരം പോലും മിണ്ടുന്ന് കരഞ്ഞു പോലുമില്ല. അപ്പോൾ കുഞ്ഞിനെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള വിഷമമൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല മോളെ സരയു. അതുകൊണ്ടല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മനോഹറാണ് കുഞ്ഞിനെ ടെക്സ്റ്റൈൽസിന് എടുത്തുകൊണ്ട് പോയ കാര്യം നീ അറിഞ്ഞു, എന്നിട്ട് നീ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്ന് ഷാരി ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരയു ഒന്ന് ആലോചിക്കുകയാണ്. പറയുക, നിനക്ക് അപ്പം തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമായിരുന്നില്ലേ? അവൻ അപ്പം തന്നെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നല്ലോ. നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിന് കാരണമുണ്ട്. ഞാൻ ഈ സംഭവം കിരണിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ കിരൺ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? അങ്ങനെ പോലീസിനോട് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നം സരയും നിനക്കുണ്ടാകും. കാരണം മനോഹറിൻ്റെ കുഞ്ഞാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനോഹർ വേറൊരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? അവൻ എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ല. പക്ഷേ എന്നാലും കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹർ തെളിയിക്കും എൻ്റെ കുഞ്ഞാണിതെന്ന്. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമോ? പിന്നെ കോടതി ഒരു വിധി എഴുതും. അച്ഛന് കുഞ്ഞിനെ കാണാനുള്ള അവകാശമുണ്ട്, കുഞ്ഞിനെ നോക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ വന്ന് കണ്ടോട്ടെ എന്ന്. ഞാനതിന് സമ്മതിക്കില്ല. എൻ്റെ മോളെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആ ദുഷ്ടൻ കാണണ്ട, എനിക്കത് ഇഷ്ടമല്ല. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഷാരിയാണെങ്കിൽ എന്തൊരു കഷ്ടമാണല്ലേ. അവൻ ഈ നാട്ടിൽ മുഴുവനും ഓരോരോ ബന്ധങ്ങളുണ്ട്, എന്നിട്ട് എന്തിനാണ് നമ്മുടെ കുഞ്ഞിനെ തിരക്കി വരുന്നതെന്നാണ് എനിക്കും മനസ്സിലാവാത്തത് മോളെ. അതിന് കാരണമുണ്ട്. എന്താണെന്നറിയാവോ? അതിന് കാരണമെന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കാൻ പഠിച്ചവനാണ്. അവൻ ഓരോ പെണ്ണുങ്ങളെയും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വശത്താക്കിയത് എന്തിനാ? ജീവിക്കാൻ, അവന് പൈസ കിട്ടാൻ വേണ്ടി. അതിനു വേണ്ടി തന്നെയാണ് അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളെ ഉദ്ദേശിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സരയും കല്യാണിയും അതേപോലെ തന്നെ കിരണും കൂടി അവനോടിപ്പോൾ ഭയങ്കര സിമ്പതിയാണല്ലോ. എന്ത് സിമ്പതിയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അവനോടൊരു സിമ്പതി ഇല്ല. എനിക്ക് അവനോട് സിമ്പതി കാണിക്കാനും പറ്റില്ല. ആ ഒരു സിമ്പതിയെ തുടർന്ന് അവൻ ഇവർ രണ്ടുപേരെയും വശത്താക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നല്ലൊരു ജോലിയും കൊടുക്കും, നല്ല പണവും കൊടുക്കും, കാശും കൊടുക്കും എന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് എൻ്റെ മോളുടെ പിന്നാലെ അവൻ നടന്നുകൂടി വരുന്നത്. പക്ഷേ അതിന് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പോലീസിൻ്റെ മേലിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത്. അതുകൊണ്ട് മാത്രം. രണ്ട് മണ്ടന്മാരെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചായിരുന്നു. അവനെ കാണുമ്പോൾ തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് പൈസയും ഞാൻ കൊടുത്തു. കയ്യിൽ പൈസയൊന്നുമില്ല, എന്നിട്ട് പോലും ഞാൻ ആ പൈസയും എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവന്മാരെന്താ ചെയ്തത്? കിരൺ വന്ന് തടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പേടിച്ച് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ മനോഹർ രക്ഷപ്പെട്ടില്ലേ? ഇനി അവനെ കാത്ത് പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് മാത്രമേ എനിക്ക് പേടിയുള്ളൂ, അല്ലാതെ വേറെ എന്തിനെക്കുറിച്ച് എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയാം. ഇനി മോളത് വിട്ടേര്. ഇനിയിപ്പോൾ അവൻ വരാനൊന്നും പോകുന്നില്ല. ആര് പറഞ്ഞു? അവൻ വരും. ഇനിയും അവൻ ഈ കുഞ്ഞിനെ എടുക്കാൻ വരും. ടെക്സ്റ്റൈൽസ് നമ്മൾ ആരും കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെയും വരും. ശരി, നീ നിൻ്റെ ജോലി നോക്ക്. ഞാൻ ഏതായാലും കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകാം. എങ്ങോട്ട് പോകാമെന്ന്? നിങ്ങൾ എങ്ങോട്ട് പോകുന്ന? അല്ല, ഹാളിലിരുത്തി കളിപ്പിക്കാനായിട്ടേ. എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാനാണോ? എന്താ മോളെ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ലെന്നേ. എങ്ങനെയൊന്നും ഇല്ലെന്ന്. അല്ല, അത് വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. വീടിൻ്റെ ഉള്ളിൽ ആര് കയറി വരാനാ? അതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. അവളുടെ അടുത്തുനിന്ന് ഒരടി പോലും നിങ്ങൾ നീങ്ങി പോകരുത്. പറഞ്ഞ മനസ്സിലായോ എന്ന് ഷാരിയെ വാണിംഗ് ചെയ്യുകയാണ് ഇവിടെ സരയും. ഇല്ല മോളെ, ഞാൻ എങ്ങും പോവില്ല. ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. ശരി, അങ്ങനെയാണെങ്കിൽ
കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഹാളിൽ പോയിരുന്ന് കളിച്ചോ. അവൾക്ക് വേണ്ട വിധ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. മനോഹറിൻ്റെ കണ്ണ് ചുറ്റുപാടുമുണ്ട്. അവൻ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇനിയും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടരുത്. നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് കുഞ്ഞിനെ മനോഹർ എടുത്തതും അങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ കുഞ്ഞിന് മേൽ കണ്ണുണ്ടായിരുന്നെങ്കിലോ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ കുറ്റപ്പെടുത്തുകയാണ്. ഷാരി അതൊക്കെ കേട്ട് നിൽക്കാനല്ലാതെ വേറൊരു നിവൃത്തിയില്ലെന്ന് ഷാരിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചോളാം, എന്നാൽ ചെല്ല്. അങ്ങനെ ഷാരി കുഞ്ഞിനെയും കൊണ്ട് നേരെ ഹാളിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇഷ്ടം പോലെ കളിപ്പാട്ടമുണ്ട്. അപ്പോൾ ആ കളിപ്പാട്ടമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ദേ ഇത് കണ്ടോ, നമുക്ക് രണ്ടുപേർക്കും കളിച്ചാലോ, ഇത് നല്ല പാവയല്ലേ, ഈ പാവനെ നോക്കിയേ, ഈ പാവയുടെ കരച്ചിൽ കേട്ടോ, ദേ മോൾക്ക് എന്തെല്ലാം കളിപ്പാട്ടങ്ങളാ, ഇതേ ഈ അമ്മാമ്മ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാട്ടോ. ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നു, ഒരുത്തിയെ കല്യാണമെന്നും പറഞ്ഞുകൊണ്ട് പോയി, കോച്ചിനൊരു കുറുക്ക് പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല മോളെ, എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് മോൾക്ക് വിശക്കുന്നുണ്ടോ, മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അമ്മാമ്മ ഒരു കുറുക്കുണ്ടാക്കി തരട്ടെ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഷാരി പറയുന്നത് കേട്ടിട്ട് കുഞ്ഞ് ആ താലയൊക്കെ ആട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോൾ ഇവിടെ ഇരിക്കട്ടോ, അമ്മമ്മ പോയേ പെട്ടെന്ന് കുറുക്കുണ്ടാക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. ഈ സമയം കൊണ്ട് കൊച്ചു ഭയങ്കര കളി. അങ്ങനെ ആ ഹാളിൻ്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല ഷാരി. ആ സമയത്താണ് ദാ വരുന്നു മനോഹർ കുഞ്ഞിനെ കാണുന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിനാണല്ലോ പരവളിൽ ഇറങ്ങിയത്. അപ്പോൾ മനോഹർ സരയുവിൻ്റെ വീട് ലക്ഷ്യമാക്കി തന്നെ ഇങ്ങനെ വരികയാണ്. ദൈവം എന്തെങ്കിലും കുഞ്ഞിനെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു, എനിക്കൊന്ന് കുഞ്ഞിനെ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, എനിക്ക് കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം, എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ എനിക്ക് മേടിച്ചു കൊടുക്കണമെന്ന് മനോഹർ പറയാം. അങ്ങനെ മനോഹർ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു സ്കൂട്ടറായിട്ടാണ്. അപ്പോൾ സ്കൂട്ടറിൽ ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു കളിക്കാനായിട്ട്. കുറേ കളിപ്പാട്ടം കയ്യിലുണ്ട്, കളിക്കാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട മനോഹറിന് ഭയങ്കരയേറെ സന്തോഷം. മനോഹറാണെങ്കിൽ ആഹാ ദേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റില്ല, എൻ്റെ ദൈവമേ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, കുഞ്ഞിനെ കാണാൻ പറ്റി, എനിക്ക് കുഞ്ഞിനെ എടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് മനോഹർ നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ അവിടെ ആരുമില്ല. എൻ്റെ പൊന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വാരി എടുക്കുകയാണ്. ദേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉമ്മ നിറയെ ഉമ്മ കൊടുക്കുക. അങ്ങനെ ഉമ്മ എടുത്ത് വെച്ചപ്പോഴേ കുഞ്ഞാണെങ്കിൽ കരയണമില്ല, ഒന്നുമില്ല. കുഞ്ഞ് മനോഹറിൻ്റെ കയ്യിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അതെ നമുക്ക് പുറത്തേക്ക് പോയാലോ, എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം, കുറച്ചു നേരം മോളുടെ അമ്മയും ഒക്കെ ടെൻഷൻ അടിക്കട്ടേന്നേ, അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങോട്ട് വരാം. ഇപ്പം പെട്ടെന്ന് പോയില്ലെങ്കിലേ അവർ രണ്ടുപേരും നമ്മളെ പിടികൂടും, പിന്നെ ഈ അച്ഛന് മോളെ എടുക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് മനോഹർ അവിടെ നിന്ന് പാഞ്ഞ് സ്ഥലം വിടുകയാണ്. സ്കൂട്ടറിൽ കയറിയിടതേ ഇത് സ്കൂട്ടറാണ് കേട്ടോ, നമുക്കിതിൽ കയറി നല്ല ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കാം, മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കാട്ടെ അച്ഛാ, മേടിച്ചു തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ദേ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയുവിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരയു മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഹാളിൽ നോക്കി കഴിഞ്ഞപ്പോൾ മോളില്ല. മോളെ കാണാതെ സരയു ആണെങ്കിൽ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അയ്യോ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പിന്നീട് നമ്മുടെ മനോഹറിനെ കാണിക്കാം. മനോഹർ ഒരു കടയെ കൊണ്ട് നിർത്തിയേക്കുക കൊച്ചിനെ. എന്നിട്ട് മനോഹർ പോക്കലൊക്കെ നോക്കിയാണ്. ദൈവം ജയിലിൽ ജോലി ചെയ്ത കുറച്ച് പൈസ എൻ്റെ കയ്യിലുള്ളൂ, പക്ഷേ ആ പൈസ കൊണ്ട് മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ മനോഹർ തയ്യാറാകുക. അപ്പോൾ ഒരു പാവനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാവനെ കൊച്ചിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനെത്രയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ കുഞ്ഞിനെ കാണാൻ തന്നെ വെപ്രാളത്തിൽ അതെ എൻ്റെ കുഞ്ഞെവിടെ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അമ്മയെന്നൊന്നും വിളിക്കുന്നില്ല. അപ്പോൾ ഷാരി ഓടി വരികയാണ്. കുഞ്ഞ് ഹാളിലുണ്ടല്ലോ. ഹാളിലുണ്ടെന്നോ? ഏട്ടാ എവിടെ? അയ്യോ മോളെ കുഞ്ഞ് ഹാളിൽ ഞാൻ നിർത്തിയിട്ടാണല്ലോ, വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കണം. ഇത് കേട്ട് ഷാരിയാണെങ്കിൽ പേടിച്ചു പോവുക. അല്ലെങ്കിലേ സരയുവിന് അരിശമാണ് ഷാരിയോട്. അങ്ങനെ അയ്യോ മോളെ ഞാൻ വാതിലടക്കാൻ മറന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞിനെ ഇവിടെ ഇരുത്തിയിട്ട് എങ്ങും പോകാൻ പാടില്ല എന്ന്, എന്നിട്ട് നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയത്? എൻ്റെ കുഞ്ഞ് എവിടെയെന്നാണ് ചോദിച്ചത്. മോളെ കുഞ്ഞ് പുറത്തു വല്ലതും ഉണ്ടാവും. അങ്ങനെ ഷാരിയും സരയും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ എങ്ങും കുഞ്ഞിൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. സരയുവിനാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ. അങ്ങനെ സരയു ഷാരിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. എവിടെ എൻ്റെ കുഞ്ഞെവിടെ?
സത്യം പറഞ്ഞ നിങ്ങൾ എൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചത്. നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, എൻ്റെ കുഞ്ഞിനാക്കിയിട്ട് എങ്ങും പോകരുതെന്ന്. മോളെ വിടു മോളെ. എന്ത് വിടാനായിട്ട് മോളെ? ഞാൻ കുഞ്ഞിന് കുറുക്കുണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയതാണ്. കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. കുറുക്കുണ്ടാക്കാനായിട്ട് എനിക്കറിയാലോ. നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ചെയ്താൽ പോരെ. എൻ്റെ കുഞ്ഞിനെ ഇപ്പം കാണാനില്ല. ദൈവമേ, എൻ്റെ കുഞ്ഞ് എവിടെ പോയി കാണുമോ? മോളെ, കുഞ്ഞ് എങ്ങും പോയിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങും പോകാതെ കുഞ്ഞ് എവിടെയെന്നാ ചോദിച്ചത്? ഭിക്ഷക്കാരുമല്ല, ഭിക്ഷക്കാരെന്നല്ല, അവൻ തന്നെയായിരിക്കും. ആ മനോഹർ, അവൻ തന്നെയായിരിക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. ഹാ, ദേ ഹാളിലെ വാതിൽ അടച്ചിടണമെന്ന് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണല്ലോ. ദേ, എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അങ്ങനെയാണല്ലോ. കാരണം നിങ്ങളുടെ സ്വന്തം കൊച്ചുമോളല്ലല്ലോ അത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. കുഞ്ഞ് പോണെങ്കിൽ പോട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മുഴുവനും നിങ്ങൾ ചെയ്ത. അയ്യോ മോളെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി മോളെ. ഞാൻ അത്രയ്ക്ക് ആലോചിച്ചില്ല. ഞാൻ വാതിലടക്കുന്ന കാര്യം മറന്നുപോയി മോളെ. ഹാളിലെത്തുമ്പോൾ സുരക്ഷിതമാണല്ലോ, കുറേ കളിപ്പാട്ടങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല. നിങ്ങൾ അറിയില്ല. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ദൈവം, എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എങ്ങും മാറില്ല. പൊന്നു പോലെ എൻ്റെ കുഞ്ഞിനെ നോക്കിയാനായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാനായിട്ട്. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മുമ്മയല്ല നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. മോളെ ഇങ്ങനെയൊന്നും പറയില്ല. പക്ഷെ സരയു നിലത്തിരുന്ന് ഇങ്ങനെ കിടന്ന് നെഞ്ചത്തടിച്ച് ഇങ്ങനെ കരയണം. എൻ്റെ മോളെന്നും പറഞ്ഞുകൊണ്ട് കരയണം. എൻ്റെ ദൈവം, ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സരയു നേരെ അകത്തേക്ക് കയറി പോവാ. അകത്തേക്ക് കയറി പോയിട്ട് കിരണിനെ വിളിക്കാം. കിരൺ വെച്ചാൽ, എന്താ സരയു? എടാ കിരണേ, ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞിനെ കാണാനില്ല കിരണേ. കുഞ്ഞിനെ കാണാനില്ലെന്നോ? പക്ഷെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ? പുറത്തെവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും? ഇല്ല, ഞാൻ ചുറ്റുപാട് നോക്കി. ഞാൻ ഇവരോട് പറഞ്ഞതാണ് എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന്. എന്നിട്ട് ഹാളിലിരുത്തിയിട്ട് അവർ കുറുക്കുണ്ടാക്കാൻ പോയി. ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ കാണാതായി. ഹാളിലെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു കിരണേ. ഇവരൊന്നും എൻ്റെ കുഞ്ഞിനെ നോക്കില്ല. എനിക്ക് ആകെ പേടി തോന്നുന്നുണ്ട്. എനിക്ക് ആകെ സംശയം ആ മനോഹരനെ തന്നെയാണ്. മനോഹറായിരിക്കും എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകുക. കിരണേ, നീ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി തരണം. നീ ടെൻഷൻ ആവാതെ നോക്കാം, ഞാൻ അന്വേഷിക്കാം കുഞ്ഞിനെ, നീ ടെൻഷൻ ആവാതെ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ. അങ്ങനെ കിരൺ നിൽക്കുമ്പോൾ നമ്മുടെ രതീഷ് വരികയാണ്. അപ്പോൾ രതീഷ് വന്നിട്ട് കിരണോട് ചോദിക്കണം, കിരൺ സാർ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ എടാ, ഒരു പ്രശ്നമുണ്ടറാ, സരയുവിൻ്റെ കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞിനെ കാണാനില്ലെന്നോ? അതെ, മനോഹറായിരിക്കും എടുത്തിട്ട് പോയിട്ടുണ്ടാവും. മനോഹർ എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഉറപ്പായിട്ട് അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. പക്ഷേ ഇപ്പം അതല്ലല്ലോ പ്രശ്നം. മനോഹറാണ് ആരാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ ഭിക്ഷക്കാർ വല്ലതും ആയിരിക്കോ? ചിലപ്പോൾ കിരൺ സാറേ, ആ ഗംഗാപ്രസാദ് ആണെങ്കിലോ? അവൻ നമ്മളോട് പകരം വിട്ടാൻ വേണ്ടി നടക്കുകയല്ലേ. അപ്പോൾ ഗംഗാപ്രസാദാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെങ്കിലോ? ദൈവമേ, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് അന്വേഷണം ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ അതാ കല്യാണി വരുന്നു. കിരണേട്ട എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് കല്യാണി ഒരു സംഭവം ഉണ്ടായി. സരയുവിൻ്റെ കുഞ്ഞിനെ കാണാനില്ല. ആ കുഞ്ഞിനെ കാണാൻ ഇതിന് ഞാൻ പോവാണ് അന്വേഷിക്കാനായിട്ട്. നീ സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. സരയുവിനെ സമാധാനിപ്പിക്കണം. അവൾക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തും വേണമെങ്കിലും ചെയ്യാം. കുഞ്ഞില്ലെങ്കിൽ അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നും പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും കല്യാണി, ശരി കിരണേട്ടാ, ഞാൻ അങ്ങോട്ട് ചെന്നോളാം എന്ന് പറയാം. അങ്ങനെ സരയുവിനെയും ശാരിയെയും കാണിക്കണം. അപ്പോൾ സരയു ആണെങ്കിൽ വീണ്ടും ശാരിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒറ്റൊരുത്തിയാണ് കാരണം. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാവോ? നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കം അവിടെ. ആ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കല്യാണി വരുന്നത്. സരയൊന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. കല്യാണി എൻ്റെ കുഞ്ഞിനെ കാണാനില്ല കല്യാണി, അത് അവൻ തന്നെയായിരിക്കും, ആ മനോഹർ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഞാൻ ഇവരെ ഏൽപ്പിച്ചതാണ് നോക്കാനായിട്ട്. എന്നിട്ട് അവർ ഹാളിൽ കൊച്ചിനെ ഇരുത്തിയിട്ട് കുറുക്കുണ്ടാക്കാനായിട്ട് പോയി. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ കാണാതായത്. ഇവർ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് കേട്ട കല്യാണിയാണെങ്കിൽ, ആൻറ്റി ഒന്ന് നോക്കണ്ടേ ആൻറ്റി, അപകട സാധ്യത നന്നായിട്ടുണ്ടെന്ന് ആൻറ്റിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ആൻറ്റി കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് പോയത്? അതും മോളെ കല്യാണി, എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി മോളെ, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവർക്ക് കയ്യബദ്ധം അല്ലെങ്കിലും ഇവർക്ക് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമൊന്നുമല്ല. ഇവരുടെ കൊച്ചുമോളല്ലല്ലോ എൻ്റെ കുഞ്ഞ്. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എൻ്റെ അമ്മ
കുഞ്ഞിനെ പൊന്നു പോലെ നോക്കിയാനായിരുന്നു. പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. അപ്പോൾ നമ്മുടെ കല്യാണി, സറിയോ അങ്ങനെയൊന്നും പറയല്ലേ സറിയോ, ആൻറ്റി ആകെ സങ്കടത്തിലാണ്, ആൻറ്റിക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്വന്തം മോളായിട്ടാണ് നിന്നെ ആൻറ്റി വളർത്തിയത്. സ്വന്തം മോളാണെന്ന് കരുതിയ നീ പോലും അന്യായിരുന്നു എന്നാണ് ആൻറ്റി മനസ്സിലാക്കിയത്. ആ ആൻറ്റിയെ നീ വീണ്ടും തകർക്കരുത്. കുഞ്ഞെവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്താം. കല്യാണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്കും കിരണിനും മനോഹറിനോട് ഭയങ്കര സിമ്പതിയാണെന്നറിയാം. പക്ഷേ മനോഹറിനോട് സിമ്പതി കാണിക്കുന്ന ആരെയും എനിക്കിഷ്ടമല്ല. അത് നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം കൂടി വന്നതാ. പക്ഷേ മനോഹറിനോട് സിമ്പതി കാണിക്കുന്നതുകൊണ്ട് നിങ്ങളോടും എനിക്ക് അരിശമാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും ശരി, ആൻറ്റി അങ്കിളും ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കിയാലും ശരി, പറയാനുള്ള കാര്യം ഞാൻ ഇപ്പോൾ തുറന്ന് പറയും. എനിക്കിനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കല്യാണി എന്നൊക്കെ പറയുമ്പോൾ കല്യാണിക്ക് ആകെ സങ്കടം തോന്നി. അപ്പോൾ ശാരിയാണെങ്കിൽ അവളുടെ സമനില തെറ്റിയത് കൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. കല്യാണി, അതൊന്നും കാര്യമാക്കണ്ട, എനിക്കൊരു സമനിലയും തെറ്റിയിട്ടില്ല. പക്ഷെ തെറ്റും എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ സരി പറയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.